നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ടീച്ചർ അച്ഛനോടുള്ള ദേഷ്യം തീർക്കല്ലേ? ആഹാ, നീ അത്രക്കായോ? മര്യാദയ്ക്ക് ബെഞ്ചിൽ കയറി നിൽക്കാൻ. ജീവ, അമ്മേ, എന്റെ കല്യാണം കഴിഞ്ഞു. എന്റെ കല്യാണം കഴിഞ്ഞു. എന്റെ കല്യാണം ഇല്ല മോനെ, കല്യാണം കഴിഞ്ഞിട്ടില്ല. അല്ല, നിത്യ ആരാ? നിത്യ ആരാ? നിത്യ നിത്യ എന്നൊരു ആളുണ്ടോ അമ്മേ? പക്ഷെ അതാരാന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അമ്മേ, അമ്മയ്ക്കറിയോ? നിത്യ അറിയോ? ആ നിത്യ ആരാ? അറിയില്ല. നിത്യ നിത്യ ആരാ? നിത്യ ഉണ്ടമ്മേ. നിത്യ നിത്യ എനിക്ക് ആ പേര് മാത്രമേ അറിയൂ. ആ പേര് മാത്രം. അത് ഒന്നും പറ്റുന്നില്ല നിത്യ. എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല അമ്മേ. ഒരു കറുത്ത മേഘം വന്ന് മൂടിയതുപോലെ. നിത്യ നിത്യ ഉണ്ട്. അങ്ങനെ ഒരാളില്ല മോനെ, അങ്ങനെ ഒരാളില്ല. നിത്യ 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 അത് ഒന്നുണ്ട്, മോന്റെ അടുത്ത് തന്നെയുണ്ട്. ഒന്നുമില്ല, ഒന്നുമില്ല മോനെ. നമുക്കിനി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെ കുറിച്ച് ഇന്നലെ പഠിച്ചതിന്റെ ബാക്കി പഠിക്കാം. ഓക്കെ ടീച്ചർ.
birth and childhood of Mahatma Gandhi. In a small whitewashed house in Porbandar on the coast of Kadidwad, Western India, Mohandas Gandhi was born on October 2, 1869. His parents were ശ്രേയ ഇന്നലെ ഉണ്ടല്ലോ, Karanchand Gandhi and Putli നമ്മുടെ Bai. വീട്ടില് വലിയൊരു പൂച്ച കയറി വന്നായിരുന്നു. He was small and... Kalyani, stand up. Who's the father of our nation? ചോദിച്ചത് കേട്ടില്ലേ? ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഇപ്പൊ വരാവേ. ശരി. സംസാരിക്കാൻ വേണ്ടിയാണോ ക്ലാസ്സിൽ വരുന്നത്, അതോ പഠിക്കാനോ? ഞാൻ സംസാരിച്ചൊന്നുമില്ല. കള്ളം പറയരുത്. സംസാരിക്കുന്നത് ഞാൻ കണ്ടതല്ലേ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞ് ടീച്ചറിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. ആഹാ, അത് കൊള്ളാലോ. ആ ബെഞ്ചിൽ കയറി നിക്ക്. എനിക്ക് പറ്റില്ല. കേറി നിക്കാനാ പറഞ്ഞത്. ടീച്ചർ അച്ഛനോടുള്ള ദേഷ്യം തീർക്കല്ലേ? ആഹാ, നീ അത്രക്കായോ? മര്യാദയ്ക്ക് ബെഞ്ചിൽ കയറി നിക്ക്. കേറി നിക്കാൻ. എന്റെ മോളെ എന്തിനാ ബെഞ്ചിൽ കയറ്റി നിർത്തിയിരിക്കുന്നത്? ക്ലാസ്സിൽ നിങ്ങളുടെ മോളുടെ പെരുമാറ്റം ശരിയല്ല, അതുകൊണ്ടാ നിർത്തിയത്. എത്ര പണം ചെലവാക്കിയ ഞാൻ ഇവളെ പഠിപ്പിക്കാൻ വിടുന്നറിയോ? പണം ചെലവാക്കിയ മാത്രം പോരാ, നല്ല സംസ്കാരം കൂടി പറഞ്ഞു കൊടുക്കണം. അച്ഛാ, എന്റെ കാല് വേദനിക്കുന്നു അച്ഛാ. ഇത്തരം പ്രാകൃതമായ ശിക്ഷ നടപ്പാക്കിയാലേ എനിക്കത് മാനേജ്മെന്റിനോട് പറയേണ്ടി വരും. പരാതിപ്പെട്ടോ? അല്ലെങ്കിൽ തന്നെ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കൊന്നും പറഞ്ഞ് വെല്ലു വിളിച്ചിരിക്കാൻ നിങ്ങളുടെ പുന്നാര മോള്. മോളെ നീ താഴെ ഇറങ്ങും. ഇത് എന്റെ ക്ലാസ്സാ. ഇവിടെ എന്താ നടക്കണ്ടേന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.